അങ്ങനെ ഗൈസ് ഞാൻ വീടെത്തിരിക്കണം. കാവടി തുള്ളിപ്പോയതാണ്. ഇപ്പം എന്ത് തുള്ളിയാണ് വന്നേക്കണമെന്ന് പോലും എനിക്കറിയില്ല. ബട്ട് ഇൻ്റർവ്യൂ അടിപൊളിയാണ്. ഞാൻ സ്റ്റാർട്ടിങ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് വഴിയൊക്കെ മാറിപ്പോയി. പണ്ടാരാണെങ്കിൽ കുറേ വണ്ടി കയറി ഞാൻ അനുഭവിക്കൽ. അതായത് കൊട്ടാരക്കര പോയാൽ മതിയായിരുന്നു. ഞാൻ നേരെ ഒരു കൊല്ലത്തേക്കുള്ള ബസ് കയറി കൊല്ലത്തേക്ക് ഇറങ്ങി. അതായത് വയറ്റിൽ നിന്ന് കൊല്ലത്തേക്ക് പോയി. അവിടെ നിന്ന് വീണ്ടും കൊട്ടാരക്കര പോയി. അവിടെ നിന്ന് ഈ പണ്ടാറ സ്ഥലത്തോട്ട് പോയി. ആ സ്ഥലത്തിന് പേര് കിട്ടുന്നില്ല. എന്താണ് ഓടവാട അതിൻ്റെ വട്ടം. അവിടെ എത്തി. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നല്ല ബെസ്റ്റ് ഇൻ്റർവ്യൂ. നല്ല ഒന്നാം തരം ചോദ്യം കിട്ടില്ല. ചോദ്യത്തിൻ്റെ ഇത് പറഞ്ഞപ്പോഴാണ് മക്കളെ ഈ ഓഫീസ് അറ്റൻഡറാണെന്ന് വിചാരിച്ചിട്ട്, അതായത് OA ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഠിക്കാതെ പോകണ്ട. അത്യാവശ്യം നമുക്ക് വന്യ ജനറൽ നോളജൊക്കെ അവർ ചോദിക്കും. ഇപ്പം ഞാൻ അവസാനം പോയി, ഇതും കൂടി ചേർത്ത് അവസാനം പോയി 2 ഇൻ്റർവ്യൂവിലും ആദ്യത്തേൽ ചെറിയ സാമ്പിൾ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ നല്ല ഹെവി ആയിട്ട് അവന്മാർ ചോദിച്ചിട്ടുണ്ട്. നല്ല ഹെവിയാണ്. അവരാരിങ്ങനെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നല്ല ചോദ്യങ്ങളുണ്ടായിരുന്നു. അതും ഞങ്ങളൊരു 6-10 പേര് താഴെ ഉണ്ടാവുള്ളൂ. കാരണം OAക്ക് അത്രയും പേര് കുറവാണ്. ഒരു ഇത് വെച്ച് ദൂരെ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ എറണാകുളത്ത് നിന്ന്. ബാക്കി എല്ലാവരും വീടിൻ്റെ അടുത്താണ്. എല്ലാവരും ഈ കംഫർട്ട് സ്പേസിൽ നിന്നിട്ട് ജോലി മേടിക്കുക എന്നുള്ളൊരു തിടുക്കത്തിലാണ്. ഞാനൊരു ജോലി എവിടെയെങ്കിലും കിട്ടിയാൽ മതി, ഞാൻ കയറിക്കോളാം എന്നുള്ള മൈൻഡാണ്. പൈസ അല്ല, എക്സ്പീരിയൻസും ആ ഒരു ജോലി കിട്ടണത് നമുക്ക് തന്നെ ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണത് ഒരിക്കലും നമുക്ക് ആ ജോലി കിട്ടുമെന്ന് ചോദിച്ചിട്ടല്ല. ഇപ്പം ഞാൻ ഈ ഇത്രയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഓക്കെ ഈ ഓഫീസ് അറ്റൻഡറിലും ചോദ്യങ്ങൾ ചോദിക്കും എന്നെനിക്ക് മനസ്സിലായത്. കാരണം ബാക്കിയുള്ള ഞാൻ ആദ്യം പോയി 2-3 ചോദ്യം ചോദിച്ചില്ല. വെറുതെ ജസ്റ്റ് നമ്മളെ വീട്ടിലാരൊക്കെ ഉണ്ട്, വീട്ടിൽ സാഹചര്യം എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ചോദിച്ചത്. അല്ലാതെ ഒരു ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്, അങ്ങനത്തെ കുറേ ചോദ്യം. ഇന്ന് പോയതൊരു VHS സ്കൂളായതുകൊണ്ട് അതിൻ്റേതായ ബേസ് ചോദ്യമൊക്കെ ഉണ്ടായത്. അത് കോമഡിയാണ്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ധാരാളം ഉണ്ട്. അതെപ്പോഴും ഞാൻ പറയാം. അതുകൊണ്ട് നമ്മൊരു ചെറിയ ഇൻ്റർവ്യൂ ആണെന്ന് ചോദിച്ചിട്ട് പഠിക്കാതെ പോരുത്. നമ്മൾ സ്ഥിരമായിട്ട് പോണ പാറ്റേണിലായിരിക്കില്ല ചില സ്കൂളുകൾ നടത്തണം. അവർ നല്ല ചോദ്യം ചിലപ്പോൾ ഇനി പരീക്ഷ എന്നൊക്കെ നോക്കാണ്. എങ്ങനെയുണ്ട് മുടി പറ്റിയിട്ട്? അപ്പോൾ ഓക്കെ. ഇനി വെള്ളിയാഴ്ച ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിന് പോകണമെന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഇന്ന് ഒരു ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു ആലപ്പുഴ എന്നല്ല, കൊല്ലത്തുനിന്ന്. 20-23 എടുത്തത്. പക്ഷേ 20-22 എനിക്ക് അടിച്ചു. അത് കുഴപ്പമില്ല. അതെനിക്ക് നമ്മളിപ്പോൾ ഒരു വേറെ സ്ഥലത്ത് പോയതാണല്ലോ, വേറെ ജില്ലയിൽ പോയപ്പോൾ എടുത്താണ് ടിക്കറ്റ്. നൈസായിരുന്നു ടിക്കറ്റൊക്കെ. ആ വഴി പോയി. പിന്നെ നല്ല ചിലവുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. 1000 രൂപ പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും വൈകി ഇപ്പോൾ 12 മണിയാവറേ. രാവിലെ വെളുപ്പിന് 3:30 ഇറങ്ങി കൊല്ലം വരെ പോയൊരുത്തൻ വന്ന ടൈമാണ് അത്. വന്ന വഴി അതായത് ഞാൻ ആദ്യം ആ സ്ഥലത്ത് നിന്ന് സ്കൂളിൻ്റെ അവിടെ നിന്ന് കൊട്ടാരക്കരക്ക് പോയി. അവിടെ നിന്ന് കോട്ടയം ബസ്സാണ് കിട്ടിയത്. കോട്ടയം ബസ്സിന് കയറിയിട്ട് അവിടെ നിന്ന് ഞാൻ കയറിയത് കോട്ടയത്ത് എത്തിയപ്പോൾ വണ്ടികൾ കുറവായ സ്ഥിതിക്ക് ഞാൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു തൃശ്ശൂർ ബസ് ഉണ്ടായിരുന്നു അങ്കമാലി വഴി. പെരുമ്പാവൂർ ഇറങ്ങി അവിടെ നിന്ന് പോകുന്നു വെച്ച് ആലുവ അടുത്താണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഒരു വണ്ടിയില്ല. ഞാൻ 8:15 എത്തി. കറക്റ്റ് ടൈമിനൊക്കെ എത്തി. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് 9 മണിക്കാണ് ബസ്സിൽ വീണ്ടും പെട്ടു. അതിന് അവിടെ നിന്ന് ആലുവ ആലുവ 9 മണിയാകുമ്പോൾ എത്തും. ഒരു 9:30 അത് വിളിച്ച് വെച്ചപ്പോൾ ലാസ്റ്റ് ബസ് 10:00. അപ്പം അതിന് മുന്നേ വേറെ വണ്ടി നോക്കണം. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് വേറെ കാര്യം മനസ്സിലായത്. അവിടെ നിന്ന് 10:00 വണ്ടിയുള്ളൂ. അങ്ങനെ ആ 10:00 വണ്ടിയും കിട്ടി. ഞാനിപ്പോൾ എൻ്റെ ഗൃഹത്തിലെത്തിയിട്ടുണ്ട്. ഇതേ ഞങ്ങളുടെ മണി കിടക്കണം. നിങ്ങളുടെ മണി ഉണ്ടാ ശമ്പള മണിക്ക് കിടക്കുന്നു. കൊതുക് പിടിച്ച് കടിച്ചു. അതിനെ പിടിച്ച് തിന്നുന്നുണ്ട്.
അപ്പം ശരി.